24 ന്യൂസിലെ എൻകൗണ്ടർ പ്രോഗ്രാം ഇന്നലെ തുടങ്ങിയത് ഹാഷ്മിയുടെ തീ സാധനം വെച്ചിട്ടായിരുന്നു. തീ ഡയലോഗുകൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മലയാളികളും ഈ നവകേരള സദസ്സിന് ഈ രണ്ടാം പിണറായിന്റെ പിടിച്ചുപറിയിനെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി അക്കമിട്ട് നിരത്തി അതിനിടയിൽ വരട്ടിട്ടാണ് ഹാഷ്മി പറഞ്ഞു വെച്ചത്. കേൾക്കാത്തവരാരെങ്കിലും കേട്ടോ 2.5 മിനിറ്റ് കോൾമേർ കൊള്ളു. പൂച്ചവെച്ച് പൂത്തുകിടക്കുന്ന ഖജാനയ്ക്ക് ഒരു റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിരി പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. 6 അടി 7 അടി കുറുവടിയേന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ RSSനെതിരെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തു ചുറ്റലിന് ചരിത്രത്തിലൊരു സമാനതയുണ്ട്. ബംഗാൾ എന്നാണ് പേര്. അധികം മുൻപല്ല. അത്തപ്പാടി മറിയക്കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്തം ബസുവും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ദായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ എന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 വർഷത്തെ ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നുമൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസമെന്ന നേക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പിരി ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്. ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടുകാലമില്ലാത്ത ഒരുത്തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം മാത്രമല്ല, യാത്രയിലുടനീളം കണ്ടു മാധ്യമവേട്ട. 30 സെക്കൻഡ് വീതമുള്ള 3.25 ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധശ്രമം എന്നൊക്കെ വിരട്ടിയങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ്, നമുക്ക് നോക്കാം. കൂട്ടത്തിലൊരുത്തിയെ വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ. ആ ഉഡായിപ്പ് കേസ് കോടതി വരാന്തയിൽ തന്നെ 8 നിലയിൽ പൊട്ടുമെന്നറിഞ്ഞിട്ടും പേടിപ്പിക്കാനും വിരട്ടെങ്കിൽ 1 അല്ല 100 കേസെടുത്താലും പരമാവധി ഒരു മാഷാ അല്ലാഹ് വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുന കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി. അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്. അപ്പൊ 24 ന്യൂസിലെ റിപ്പോർട്ടർക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. കേസ് പോലീസ് അന്വേഷണം അതിന്റെ വഴിക്ക് പോട്ടെട്ടോ. ഞാൻ ആ കേസിലൊന്നും പറയുന്നില്ല, എന്റേതായിട്ടുള്ള ഒരു ഊഹാപോഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എന്താണ് കേസ് എങ്ങനെ ഏത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും പോലീസുകാർക്ക് CDR സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കോൾ റെക്കോർഡും സംഗതികളും അവർ എടുത്തിട്ടുണ്ട്, വാട്സാപ്പ് ചാറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, കോൺഫറൻസ് കോൾ നടന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് ആ വഴിക്ക് പോട്ടെ. പക്ഷേ കേരളത്തിലെ പത്രമാധ്യമങ്ങളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണെന്നുണ്ടെങ്കിലും അവർ നിർത്തിപ്പൊരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇന്നലെ നടന്ന 24 ന്യൂസിലെ ഡിബേറ്റ്. 24 ന്യൂസിൽ മാത്രമല്ല, മാതൃഭൂമി, 24, ഏഷ്യാനെറ്റ്, ഏകദേശം രണ്ടാം പിണറായി സർക്കാർ ഇവിടെ പത്രമാധ്യമങ്ങളെ എങ്ങനെ കയറിട്ട് വരിഞ്ഞ് നിർത്താം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ മറ്റേ അൻവർ MLA മൂപ്പര് യൂട്യൂബേഴ്സിനെ എങ്ങനെ നിലയ്ക്ക് നിർത്താം എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് മൂപ്പർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് എന്ത് ചെയ്ത് നമ്മുടെ കാരണഭൂതനും ബാക്കി ടീമുകളും കൂടി ന്യൂസ് ചാനലുകളെ എങ്ങനെ വരിക്ക് നിർത്താം, വരച്ച് അതിലെങ്ങനെ കെട്ടിയിടാം, ഇതൊക്കെയാണ് അവരുടെ ഒരു. അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നതും മറ്റേ പ്രവർത്തികളൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ ന്യൂസുകാരെ ഇറങ്ങൂലോ, അവർ വിമർശനം ഉന്നയിക്കുമല്ലോ. അപ്പോൾ അതൊരു വഴിക്ക് സൈഡാക്കണം. എന്താണെങ്കിലും ആ പരിപാടി ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. ഓക്കെ, അപ്പോൾ അരുൺകുമാർ വന്നിരുന്ന് സംസാരം തുടങ്ങാൻ, അതായത് ആ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ കേട്ടേതാ ഈ 2.5 മിനിറ്റുള്ള ഹാഷ്മിന്റെ സംസാരം. കുരു പൊട്ടാതിരിക്കുമോ? ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരുന്നിട്ട് കേൾക്കുന്നത് എന്താ? നവകേരള സദസ്സിനെ കുറിച്ചും പിണറായി സർക്കാരിനെ കുറിച്ചിട്ടും ഹാഷ്മി പറഞ്ഞ കാര്യങ്ങൾ. അവിടെ തുടങ്ങുകയാണ് പരിപാടികൾ. അരുൺകുമാർ എന്റെ ഇൻട്രോയിലുള്ള താങ്കളുടെ വിയോജിപ്പുകൾ പറഞ്ഞോളൂ. അതോടൊപ്പം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്, മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ
ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല, കുതന്ത്രത്തിന്റെ ഇന്ദ്രാണ്. അക്ഷരത്തെറ്റാണ്, സ്വാഭാവികമാണ്, അത് തിരുത്തണം താങ്കൾ. പക്ഷേ അത് ക്രിമിനൽ കൃത്യങ്ങൾ ഗൂഢാലോചന നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം KSU നേതാവിന്റെ സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ CDR താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ് ശ്രീ K. സരൺകുമാർ? സാധാരണ മാധ്യമ പ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ. ഞാനും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മാധ്യമ പ്രവർത്തകനാണ്. സോഴ്സ് ചോദിക്കുന്നത് പ്രൊഫഷന്റെ ഭാഗമായി അഭിഭാഷകനാണ്, മാധ്യമ പ്രവർത്തകനുമാണെന്ന് വെച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ ശ്രീ K. സരൺകുമാർ? പോലീസിന്റെ ഭാഗത്ത് CDR ആരും ചോർത്തിയിട്ടൊന്നുമില്ല. ഇത് CDR കിട്ടിയത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തന്നെ ഹാജരാക്കിയ അല്ല. ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ, അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇൻട്രോയ്ക്കുള്ള താങ്കളുടെ എതിർപ്പ് പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ, എങ്ങനെ കിട്ടി? നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി K. സരൺകുമാർ? അല്ല, അതൊക്കെ താങ്കളുടെ പണിയാ. പിന്നെ എവിടെ കിട്ടിയെന്ന് പറ. അതൊക്കെ താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. കോടതിയിൽ നിന്ന് കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? കോടതിയിൽ നിന്ന് കിട്ടിയോ? ആർക്ക് പേടിയെന്ന്? ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ല നിക്ക്, അതായത് CDR എങ്ങനെ കിട്ടി, എവിടുന്ന് എടുത്തു എന്ന് പറയാൻ മൂപ്പര് റെഡിയല്ല. ഞാൻ ഈ CDR ആദ്യമായിട്ട് കണ്ടത് കൈരളി ന്യൂസിലാണ്. കൈരളി ന്യൂസിൽ കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു, ചേട്ടാ ഇതെങ്ങനെ ഇവർക്ക് കിട്ടി ഈ സാധനം? ഇത് കിട്ടാൻ ഒരു വഴിയില്ലല്ലോ. അതായത് ഈ കേസ് വന്നു എന്നറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ CDR അടക്കമുള്ള ഡീറ്റെയിൽ ന്യൂസ് ആര് കൊടുക്കുകയാണ്? കൈരളി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് അരുൺ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെ പാർട്ടി ഹാൻഡിലുകൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടുന്നു? കോടതിയിൽ പോകേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോടതിയിൽ ഇരിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പാർട്ടി ഹാൻഡിൽ വഴി ആളുകളുടെ ഇടയ്ക്ക് എത്തിക്കുന്നു. ഇത് ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ ഇവർ ഈ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമാതിരി മറ്റേ മിസ്ലീഡിങ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്, ഷൂസ് എന്നുള്ളത്. അപ്പം ഈ സംഗതി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഇതൊക്കെ പുറത്ത് ആക്കെ. ഇത്ര കോള് വിളിച്ചു, CDR ഇതാ, ആ സ്ത്രീയുടെ ഫോണിൽ നിന്ന് പ്രതികളായ വ്യക്തികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോള് പോയിട്ടുണ്ട്, അതിൽ കോൺഫറൻസ് കോൾ ഉണ്ട്. ഓക്കെ, തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ കോടതിയിലല്ലേ ഇരിക്കണ്ടേ, അല്ലേ? അല്ലാതെ ഈ പറഞ്ഞ കമ്മി ഹാൻഡിലുകളിൽ ഇട്ടിട്ട് ബോംബ് പൊട്ടിക്കണ മാതിരി ഇതാ തെളിവ്, ഒരു തെളിവ് 2 തെളിവ് പറഞ്ഞ് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നിയമപരമായിട്ട് അത് പ്രശ്നമുള്ള കാര്യമല്ലേ എന്ന് ആശ്മി ചോദിച്ചപ്പോൾ അരുണൊന്നും പറയാനില്ല. അടിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. ശ്രീ K. സരൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ, SFIക്കാർ വിളിക്കുന്നത് പോലെ, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസമിന് മുന്നിലാണെന്ന് SFI സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ, ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് വരണേ എന്ന് SFIയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് KSUക്കാർ. ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ K. സരൺകുമാർ. ഇല്ലേ, ഞാൻ കേസ് വിട്ടു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ, ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. അല്ല സാർ, പ്രതിയെ അല്ല സാർ, ഇത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും. ഇല്ല സാർ, അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്ത് എന്താണ് പുറത്തേക്ക് താങ്കൾ കിട്ടുന്നത്? അപേക്ഷ കൊടുത്താൽ കിട്ടും. 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ? എന്ത് പേടി? 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. അല്ല, ഞാൻ അങ്ങനെ വരട്ടില്ലല്ലോ. അല്ല അല്ല താങ്കൾ അപേക്ഷ താങ്കൾ CDR അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? വക്കീൽക്കോട്ടൂരി മാറ്റി വെച്ചിട്ട് നിയമവിരുദ്ധ പണി നടത്ത്. അല്ല, എനിക്ക് എന്റെ അഭിഭാഷക വൃത്തിക്ക് താങ്കളുടെ ലൈസൻസ് വേണ്ട. അപേക്ഷ കൊടുത്താണോ CDR എടുത്തത്? അഭിഭാഷക വൃത്തിക്ക് അപേക്ഷ കൊടുത്താണോ അരുൺകുമാർ CDR എടുത്തത്? അപേക്ഷ കൊടുത്താണോ താങ്കൾ ആ CDR എടുത്തത്? ചോദിച്ച ഒറ്റ ചോദ്യത്തിനും അല്ലെ, ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ചോദ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദിച്ചാലും ഉത്തരം പറയാൻ മൂപ്പര് ഉത്തരം പറയണില്ല. അരുൺ അവിടെ ഇരുന്നിട്ട് എന്റെ വക്കീല് പണി, CDR കിട്ടാം, കിട്ടില്ല, കിട്ടാം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ എന്നെ എന്തിനതിൽ വിളിച്ചേ? ചോദ്യം ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ. കൃത്യമായൊരു ചോദ്യം, അതിനുള്ള ഉത്തരം പറയാൻ വയ്യ.
ഉത്തരം പറഞ്ഞാൽ പോയിടും. അപ്പം പിന്നെ പറയാതിരിക്കുകയാണല്ലോ അതിലും നല്ലത്. അപ്പം പിന്നെ സ്ഥിരം മറ്റേ പരിപാടി ഏത്, എന്നെ പറയാൻ മാത്രമായോ, എന്നോട് ചോദിക്കാനായോ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ, എന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കൂ, നിർത്തിയിട്ട് പോവാൻ പറഞ്ഞിട്ടാണ് മൂപ്പർക്ക് മനസ്സിലാവണില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിർത്തിയിട്ട് പോകണം, അല്ലെങ്കിൽ പരിപാടിക്ക് വരരുത്. കൂട്ടത്തിലുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ആവണം പത്രമാധ്യമങ്ങൾ. വിളിച്ചു വരുത്തി ഇരുത്തി ചോദിക്കാനുള്ളത് കൃത്യമായിട്ട് ചോദിക്കണം. 24 ഒക്കെ ഞാൻ ഇത്ര കാലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് എതിരെയുള്ളൊരു സ്റ്റാൻഡ് അവർ എടുത്തിട്ടില്ല. അതുവരെ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എങ്ങനെ പോവാം, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് എങ്ങനെ പോകാമെന്ന് ചിന്തിക്കുന്ന ഒരാളുകളാണ്. പക്ഷേ ഈ ഒരൊറ്റ കേസോട് കൂടിയിട്ട് കേരളത്തിലുള്ള കൈരളി ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞിട്ടുണ്ട്. കാരണം നാളെ അവർക്കെതിരെയും വരാം, അവരുടെ തലയിൽ ഒരു കൊട്ടാം. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് CPM നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച. പോകാം. അപേക്ഷ കൊടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല. CDR എങ്ങനെ അപേക്ഷിച്ചിട്ടാണോ കിട്ടിയ? സർട്ടിഫൈഡ് കോപ്പിയാണോ CDRന്റെ? ഇല്ല. CDR എവിടുന്ന് കിട്ടി? ഒന്നും പറയാനില്ല. മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞത് വരെ കേട്ടിരുന്നിട്ട് ഒന്നും വായിലും മറ്റെന്താ പറയാ പഴം തിരികെണ്ടിരിക്കുന്ന അവസ്ഥയായി. ജയിക്ക് ചിരിക്കെങ്കിലും ചെയ്യും. ജയിക്ക് 2 പുച്ച ചിരിയെങ്കിലും ഉണ്ടാവും. ഇതതുമില്ലല്ലേ, ഒന്നും പറയാനില്ല. പിന്നെന്താ ചെയ്യാ? വേറെന്താ വഴി, വന്ന് പെട്ടുപോയില്ലേ, കുടുങ്ങി. ഞാൻ പറഞ്ഞോട്ടെ, 50 കോളാവട്ടെ, 50 കോളാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കൊടി പ്രകടനം നടത്തുന്നതെന്ന് പറയുന്ന SFI സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ? മാധ്യമപ്രവർത്തകരെ വിളിച്ചോ സംസ്ഥാന പേര് ഞാൻ പറയണോ? അവരുടെ അന്വേഷിക്കോ? CDR എടുക്കുവോ? SFI സംസ്ഥാന നേതാക്കളുടെ CDR എടുക്കുവോ? താങ്കളുടെ സംസ്കാരം സർ, താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് CDR പുറത്തിറക്കാത്തത്. ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട് സർ. താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് SFI നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത്. എന്നെ നാവിൻ തുമ്പിലുണ്ട് ശ്രീ KS അരുൺകുമാർ. അവിടെ എയർപോർട്ടിലേക്ക് പോയി, അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ കരിങ്കൊടി കാണിച്ചു. SFI നേതാക്കൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് വിളിച്ച് പറഞ്ഞു കരിങ്കൊടി അവിടെയാണ്. CDR എടുക്കോ? ശ്രീ KS അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? 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 തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടില്ലേ? ശ്രീ KS അരുൺകുമാർ ഇല്ലെന്ന് പറ, ഞാൻ തെളിയിക്കാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? മാധ്യമപ്രവർത്തകരോട് പുച്ഛോ? മാധ്യമപ്രവർത്തകരോട് പുച്ഛോ അരുൺകുമാറിന്? പ്ലാൻ ചെയ്തതിൽ മാധ്യമ പ്രവർത്തകർക്ക് ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ ശ്രീ KS അരുൺകുമാർ? മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച KS അരുൺകുമാറിന്റെ പുച്ഛോ? മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച ശ്രീ KS അരുൺകുമാറിന്റെ മാധ്യമപ്രവർത്തകരുടെ പുച്ഛോ? താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് ശ്രീ KS അരുൺകുമാർ. എന്നെ ഒന്ന് വെല്ലുവിളിക്കാവോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കൾ വിളിച്ച മാധ്യമപ്രവർത്തകരാണെന്ന് വെല്ലുവിളിക്കാവോ? ഞാൻ പറഞ്ഞുതരാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല. എന്നിട്ട് മാന്യം ചമയും. എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു അരുൺകുമാർ. CPM വേണ്ടി ന്യായീകരിക്കാൻ വന്നിരുന്ന് അരുൺ ലാസ്റ്റ് എയർലൈൻ പത്രമാധ്യമങ്ങളെ വിളിച്ച് കയ്യും കാലും പിടിച്ച് എരന്നതൊക്കെ ഹാഷ്മി ഇരുന്ന് വിളിച്ചു പറയുന്നു. ലേശം ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ മൈക്കും സാധനം ഓഫാക്കി വെച്ച് ഓടിയിട്ടുണ്ടാവും. അല്ല അത് പിന്നെ ഇല്ലല്ലോ, അങ്ങനത്തെ പാർട്ടിയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് പ്രതീക്ഷിക്കണില്ല. ഏത് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം പ്രതീക്ഷിക്കണില്ല. സ്വന്തം കാര്യം പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയിൽ ഒന്ന് തിരിച്ചു പറയടേ, അതിനുള്ള ഗട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നാട്ടുകാർക്ക് എന്താണെങ്കിലും ഇന്നലത്തെ ഡിബേറ്റ് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവർ വിളിച്ച് പറഞ്ഞിട്ട് വാടേ എന്ന് പറഞ്ഞിട്ട് ഇടിപ്പിച്ച് കാണിക്കുന്ന സാധനമാണ് നമുക്ക് ഇവർ കാണിച്ചു തരുന്നത്. പിന്നെ അധികം ഒന്നും കയറിയിട്ട് ന്യൂസുകാരെ ചൊറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വായിൽ പഴം തിരിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവർ തരും. പല ടൈമിലായിട്ട് ഇവരെ വിളിച്ചിട്ട് ഇന്ന ആവശ്യമുണ്ട്, ഇന്നത് ചെയ്യൂ, അത് കാട്ടൂ.
ഇതൊക്കെ ഇട്ട് മറ്റേ ബട്ടർ അടിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടില്ല ഇതൊക്കെ തിരിച്ചു വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് രാഷ്ട്രീയം, മീഡിയ, ഇത് രണ്ടും ഇങ്ങനെ നല്ല ടേംസിൽ പോവുകയാണെങ്കിൽ അടിപൊളി, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ കുത്താൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നാറും, നല്ല രീതിയിൽ നാറും. പിന്നെ അവിടെ വന്നിരുന്നിട്ട് പേടിപ്പിക്കണ്ട, ഞാനിത് കണ്ടാ പേടിക്കില്ല, ഞങ്ങളെ പാർട്ടി ഇതിന് പേടിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല. പാർട്ടി പേടിക്കണതിന്റെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയണ്ടേ? എവിടെ അതില്ലല്ലോ. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ ഓക്കെ, ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയില്ല, അതിന് ഇവിടെ വന്നിരിക്കോ? അല്ല, വന്നിരുന്നിട്ട് എന്താ പറയുന്നത്? വന്നിരുന്നിട്ട് പറയുന്നെന്താ? അതാ രസം. കേസ് പോലീസ് ഭരണം വരെ വരെ കയ്യിലില്ല, എന്നിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് വിളിച്ചറിവിടെ ഇല്ല. പേടിയാണേ. അപ്പൊ പിന്നെ ആൾക്കാരെ പേര് പറയില്ല, പുറത്ത് പേര് വന്നാ കഴിഞ്ഞില്ലേ. അപ്പൊ ഗവർണർക്ക് കരിങ്കടി പണി കാണിക്കാൻ പോയത് നാടകം. എന്താണ് ഇത്? നല്ലത് ഇറങ്ങി പോവായിരുന്നു ചെങ്ങായിക്ക്. ഇങ്ങനെ നാറാൻ വന്നിരിക്കണം. ഛേ.